ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ കരീം. സൂറത്ത് അംബിയായിലെ 89-90 വചനങ്ങൾ. أعوذ بالله من الشيطان الرجيم. وزكريا إذ نادى ربه رب لا تذرني فردا وأنت خير الوارثين. فاستجبنا له ووهبنا له يحيى وأصلحنا له زوجه إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. وزكريا إذ نادى ربه رب لا تذرني فردا لا تذرني فردا وأنت خير الوارثين. فاستجبنا له ووهبنا له يحيى وأصلحنا له زوجه إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. സക്കരിയ നബിയെ കുറിച്ചാണ് ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സക്കരിയ നബിയെ ഓർക്കാൻ പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകന്മാരുടെ പ്രധാനപ്പെട്ട അവരുടെ ചരിത്രങ്ങൾ, അവരുടെ വിശേഷങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന ആയത്തുകളാണ് മുമ്പൊക്കെ കടന്നുപോയത്. ഓരോ പ്രവാചകന്മാരെയും പ്രത്യേകം എടുത്ത് അവർക്ക് നേരിട്ട പ്രയാസങ്ങൾ, അതല്ലെങ്കിൽ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന ആയത്തുകളായിരുന്നു മുമ്പൊക്കെ കടന്നുപോയത്. അതിൽപ്പെട്ട ഒരായത്തു കൂടെയാണ് ഇനി പറയാനുള്ളത്. സക്കരിയ നബിയെയും ഓർക്കുക. ഇദ് നാദാ റബ്ബഹു, അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം. റബ്ബി, എന്റെ റബ്ബേ, ലാ തദർനി ഫർദൻ, എന്നെ നീ ഒറ്റയാനാക്കരുത്. വ അൻത ഖൈറുൽ വാരിസീൻ, നീ അനന്തരമെടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ പരിശുദ്ധ ഖുർആൻ എടുത്തു കാണിക്കുന്ന ഒരു സന്ദർഭമാണ്. അദ്ദേഹം പ്രായാധിക്യം വന്ന് 70-80 വയസ്സ് എന്നൊക്കെ കാണാം. ആ പ്രായാധിക്യമുള്ള ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു കുട്ടിക്ക് വേണ്ടി, ഒരു അനന്തരാവകാശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം. അതിനെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. സൂറത്ത് ആലി ഇമ്രാനിലും സൂറത്ത് മറിയമിന്റെ തുടക്കത്തിലുമൊക്കെ ആ ചരിത്രം സവിസ്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്.
മറിയം ബീവിയെ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആളായിരുന്നു സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മറിയം ബീവിയെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ച ചെയ്യുകയും അങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തപ്പോൾ ഇമ്രാൻ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു അദ്ദേഹം എന്ന് തഫ്സീറിൽ കാണാം. അപ്പോൾ ആ ഒരു പ്രമാണിയുടെ മകളെ ആര് നോക്കും എന്നതിൽ അവിടെയുള്ള ആ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചാരകരായിട്ടുള്ള ആളുകളിൽ ചർച്ച വന്നു. അവസാനം നറുക്കിട്ടു എന്നാണ്. അങ്ങനെ നറുക്കിട്ടപ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ് നറുക്ക് വീണത്. അങ്ങനെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരിചരണത്തിലായിരുന്നു മറിയം ബീവി പിന്നീട് കഴിച്ചുകൂട്ടിയത് എന്നാണ്. അപ്പം മറിയം ബീവിയുടെ അടുക്കലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ ഫലവർഗ്ഗങ്ങൾ, ആ സീസണിൽ കിട്ടാത്ത ഫലവർഗ്ഗങ്ങളൊക്കെ ഇറക്കിക്കൊടുത്ത സന്ദർഭങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ സൂറത്ത് ആൽ ഇംറാനിൽ നമുക്ക് കാണാം, കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയം ബീവിയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോഴൊക്കെ അവിടെ നല്ല ഭക്ഷണം കാണാൻ കഴിയും. അപ്പൊ അവിടുന്ന് ചോദിക്കും, കാലയ മറിയമു അന്നാ ലക്കി ഹാദ, ഇത് എവിടുന്നാണ് മറിയമേ നിനക്ക് ലഭിച്ചത്? അപ്പൊ മഹദി പറയും, കാലത്തു ഹുവ മിൻ ഇൻദില്ലാ, അത് അല്ലാഹുവിൽ നിന്നാകുന്നു. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് അവൻ അറിയാത്ത മാർഗങ്ങളിലൂടെ അവൻ ഇട്ടുകൊടുക്കും, നൽകും എന്ന് അവിടുന്ന് പറഞ്ഞു കൊടുത്തു. ആ സന്ദർഭത്തിലാണ് ഈ പ്രാർത്ഥന നടത്തുന്നത് എന്ന് സൂറത്ത് ആൽ ഇംറാന്റെ അടുത്ത ആയത്തിൽ നമുക്ക് കാണാം. സൂറത്ത് ആൽ ഇംറാന്റെ 37, 38 വചനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് കാണാം. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ. അപ്പോൾ അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു എന്നാണ്. മറിയം ബീവിക്ക് കിട്ടുന്നത് കണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാൽ എനിക്കും ലഭിക്കുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിൽ വളരുകയും അങ്ങനെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് പ്രാർത്ഥിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബ, അല്ലാഹുവേ എനിക്ക് നല്ല ഒരു പരമ്പരയെ നീ നൽകണേ. ദുർരിയ്യതൻ തയ്യിബ, നല്ലൊരു പരമ്പരയെ നീ എനിക്ക് നൽകണേ. ഇന്നക സമീഉ ദുആ, നീ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്നവനാണല്ലോ, അതുകൊണ്ട് എന്റെ പ്രാർത്ഥന നീ കേൾക്കണേ എന്ന് സൂറത്ത് ആൽ ഇംറാനിൽ നമുക്ക് കാണാം. ആ പ്രാർത്ഥനയുടെ വിശദമായ രൂപം സൂറത്ത് മറിയമിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാം. കാഫ് ഹാ യാ ഐൻ സാദ് ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ ഇന്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. അദ്ദേഹം വളരെ ഗോപ്യമായി പ്രാർത്ഥിച്ച സന്ദർഭം എന്നാണ് അവിടെ പ്രയോഗമുള്ളത്. വളരെ ഗോപ്യമായിട്ടാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് എന്നാണ്. ആളുകളുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു എന്നല്ല, മറിച്ച് ഗോപ്യമായി പ്രാർത്ഥിച്ചു എന്നാണ് അവിടെ നമുക്ക് കാണുന്നത്. കാരണം അദ്ദേഹം തഫ്സീറിൽ കാണാം, അദ്ദേഹത്തിന് വയസ്സ് അത്രയും അധികമായിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഒരു കുട്ടിയെ തരണമേ എന്നാണ്. മാത്രവുമല്ല അവിടുത്തെ ഭാര്യ ഇതുവരെ പ്രസവിച്ചിട്ടുമില്ല, ആഖിറാണ്, വന്ധ്യയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർ കേട്ടാൽ അതൊരു തനിക്കൊരു പ്രയാസമാകും എന്ന നിലക്കും വിശദീകരിച്ചതൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നിരുന്നാലും അദ്ദേഹം വളരെ ഗോപ്യമായി പ്രാർത്ഥിച്ചു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, കാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. അല്ലാഹുവേ, എന്റെ എല്ലൊക്കെ ദുർബലമായിട്ടുണ്ട്, എനിക്ക് നര വന്നിട്ടുമുണ്ട്. വലം അകും ബിദുആഇ റബ്ബി ശഖിയ, എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ഇന്നുവരെ അവനെ തട്ടിക്കളഞ്ഞിട്ടില്ല, എനിക്കതിൽ നിരാശയുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിതാ പ്രാർത്ഥിക്കുന്നു. വ ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ ഫഹബ്ലി മിൻ ലദുൻക വലിയ. വ ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ, എന്റെ ബന്ധുക്കളെ ഞാൻ പേടിക്കുന്നു, എന്റെ കുടുംബക്കാരെ കുറിച്ച് ഞാൻ പേടിക്കുന്നു. വകാനത് ഇംറഅതി ആഖിറൻ, എന്റെ ഭാര്യയാണെങ്കിൽ ആഖിറാണ്, വന്ധ്യയാണ്, ഇതുവരെ പ്രസവിച്ചിട്ടില്ല. ഫഹബ്ലി മിൻ ലദുൻക വലിയൻ, എനിക്ക് നിന്നിൽ നിന്നുള്ള ഒരു വലിയനെ, ഒരു അനന്തരാവകാശിയെ എനിക്ക് നൽകണം. അപ്പൊ എന്റെ അനന്തര അവകാശികളായിട്ടുള്ള എന്റെ കുടുംബക്കാരായിട്ടുള്ള ആളുകൾ, അവരെ കുറിച്ച് ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ തഫ്സീറിൽ കാണാം, അവർ അദ്ദേഹത്തിന്റെ ദീനിൽ കൃത്യമായി അടിയുറച്ചു നിന്നവരായിരുന്നില്ല. ഈ ഒരു ദീനും പ്രബോധനവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ആളുകളായിരുന്നില്ല. പ്രവാചകന്മാർ അനന്തരം വിട്ടേച്ചു പോകുന്നത് സ്വത്തും സമ്പത്തൊന്നല്ല, അവരുടെ ദൗത്യമാണ്, റിസാലത്താണ്, അവരുടെ കിതാബും അവർക്ക് നൽകപ്പെട്ട ദീനുമായിരുന്നു.
അത് കൃത്യമായി കൊണ്ടു നടക്കാൻ പറ്റിയ ആളുകൾ അതിലില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വിഷയത്തിൽ ഞാൻ പേടിക്കുന്നു എന്നാണ് അവിടെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ പറ്റിയ യോഗ്യനായ ഒരു മകനെ, അനന്തരാവകാശിയെ എനിക്ക് നീ നൽകണേ. യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ്, ആലി യാക്കൂബിന്റെ, യാക്കൂബ് പരമ്പരയുടെ ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ പറ്റിയ, എന്റെ ദൗത്യം ഏറ്റെടുക്കാൻ പറ്റിയ, അനന്തരാവശ്യം സ്വീകരിക്കാൻ പറ്റിയ ഒരു മകനെ എനിക്ക് നൽകണേ. വജ്അൽഹു റബ്ബി റദിയ, റബ്ബേ ആ മകനെ നീ എല്ലാവർക്കും സുസമ്മതനാക്കുകയും ചെയ്യണേ, എല്ലാവർക്കും തൃപ്തിപ്പെട്ട ഒരാളാക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് സൂറത്ത് മറിയമിൽ ആ പ്രാർത്ഥനയുടെ വിശദമായ രൂപം നമുക്ക് കാണാൻ കഴിയും. മറിയമിന്റെ തുടക്കം മുതലുള്ള ആയത്തുകളാണ് ഇതൊക്കെ. 1-ാമത്തെ ആയത്ത് മുതൽ 6-ാമത്തെ ആയത്ത് വരെ ബാക്കിയും ശേഷവും ആ ഒരു ചരിത്രം അവിടെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. പിന്നെ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ചുള്ള വർണ്ണനകളുമൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചൊക്കെ അവിടെ പരാമർശിക്കുന്ന കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ പറയപ്പെട്ട ആയത്തിൽ വസക്കരിയ, സൂറത്ത് അംബിയായിൽ പറയപ്പെട്ട ആ ഒരു പ്രാർത്ഥന അത് മറിയമിലും ആലു ഇമ്രാനിലൊക്കെ പറഞ്ഞ ഈ പ്രാർത്ഥനയായിരുന്നു എന്നാണ്. വഅൻത ഖൈറുൽ വാരിസീൻ, നീ അനന്തരമെടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണ് എന്ന് പറഞ്ഞതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ പ്രാർത്ഥന ആ ഒരു അനന്തരാവകാശിയെ ചോദിച്ചുകൊണ്ടുള്ളതായിരുന്നു. തൻ്റെ ദൗത്യത്തെ നിർവഹിക്കാൻ തനിക്ക് ശേഷവും ഒരാൾ വേണം ഈ സമൂഹത്തിൽ എന്ന ഒറ്റ ഉദ്ദേശത്തിലായിരുന്നു അദ്ദേഹം ചോദിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. 90-ാമത്തെ ആയത്ത്, അംബിയായിലെ 90-ാമത്തെ ആയത്ത്. ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകി. വവഹബ്നാ ലഹു യഹ്യ, അദ്ദേഹത്തിന് യഹ്യ എന്ന മകനെ നാം നൽകുകയും ചെയ്തു. വഅസ്ലഹ്നാ ലഹു സൗജ, അദ്ദേഹത്തിന്റെ ഭാര്യയെ ഗർഭം ധരിക്കുന്ന രീതിയിലേക്ക്, നല്ല അവസ്ഥയിലേക്ക് മാറ്റിക്കൊടുക്കുകയും ചെയ്തു. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. ആ പ്രവാചകന്മാർ ഒട്ടുക്കും, അതുവരെ സക്കരിയ നബിയുടെ കാര്യം പറഞ്ഞ് പിന്നീട് മുമ്പ് പറഞ്ഞ എല്ലാ പ്രവാചകന്മാരെയും ഒരുമിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നു. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരെല്ലാവരും നന്മയിൽ മുന്നേറിയവരായിരുന്നു. വയദ്ഊനനാ റഗബൻ വറഹബാ, അവർ അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചും അള്ളാഹുവിൽ പേടിച്ചുകൊണ്ടും അവനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. വകാനൂ ലനാ ഖാശിഈൻ, അവരൊക്കെ അള്ളാഹുവിനോട് വലിയ അധികം ഖുശൂ കാണിച്ചിരുന്ന, ഭയഭക്തി കാണിച്ചിരുന്ന ആളുകളായിരുന്നു എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി എന്ന് പറഞ്ഞത് സൂറത്ത് ആൽ ഇംറാനിലും മറിയമിലൊക്കെ അതിന്റെ വിശദീകരണം നമുക്ക് കാണാം. സൂറത്ത് മറിയമിൽ 8-ാമത്തെ വചനത്തിൽ കാണാം, യാ സക്കരിയ, അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ വിളിച്ചു. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, നിനക്ക് ഞാനൊരു കുട്ടിയെ നൽകാമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അവന്റെ പേര് യഹ്യ എന്നാകുന്നു. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സബിയ, അങ്ങനത്തെ പേരൊത്ത ഒരാൾ മുമ്പുണ്ടായിട്ടില്ല. ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാം, ഇത് കേട്ടപ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു എന്നാണ്. ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാമുൻ, എനിക്ക് എങ്ങനെയാണ് ഒരു മകൻ ഉണ്ടാവുക, കുട്ടി ഉണ്ടാവുക. വകാനത് ഇംറഅതി ആഖിറൻ, എന്റെ ഭാര്യ വന്ധ്യയാണല്ലോ. വഖദ് ബലഗതു മിനൽ കിബ്രി ഇതിയ, ഞാനാണെങ്കിൽ അങ്ങേയറ്റം അവശതയിലുമാണ്. എങ്ങനെയാണ് എനിക്കൊരു മകനുണ്ടാവുക, കുട്ടി ഉണ്ടാകുക എന്ന് ആശ്ചര്യത്തിൽ ചോദിച്ചു എന്നാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാം ചെയ്യാൻ കഴിയുന്നവനാണ്. എന്നിരുന്നാൽ പോലും ആ ഒരു മറുപടി കിട്ടിയപ്പോൾ അവിടുന്ന് ആകെ അത്ഭുതപ്പെട്ടു പോയി ചോദിച്ചു എന്ന് തഫ്സീറിൽ കാണാം. സൂറത്ത് ആൽ ഇംറാനിൽ അതിന്റെ കുറച്ചുകൂടെ വിശദീകരണം കാണാം. മലായിക്കത്ത് വിളിച്ചു പറഞ്ഞു എന്നാണ്. ഫനാദതുഹുൽ മലായികതു വഹുവ ഖായിമു യുസല്ലി ഫിൽ മിഹ്റാബ്, അദ്ദേഹം മിഹ്റാബിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയും മലായികത്ത് വിളിച്ചു പറഞ്ഞു എന്നാണ്. അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിനക്ക് യഹ്യ എന്ന് പറയുന്ന മകനെ നൽകാൻ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. മുസദ്ദിഖം ബികലിമത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ഒരു കലിമത്തിനെ സത്യപ്പെടുത്തുന്നവനായിരിക്കും. അതുപോലെ തന്നെ വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ, അദ്ദേഹം നേതാവായിരിക്കും, സയ്യിദായിരിക്കും. വഹസൂറൻ, നല്ല ആത്മ നിയന്ത്രണമുള്ള ആളായിരിക്കും. വനബിയ്യൻ മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽപ്പെട്ട ഒരു നബിയായിരിക്കും യഹ്യ എന്ന് പറയുന്ന മകൻ എന്ന് മലായിക്കത്ത് എന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ്. ഇവിടെ മുസദ്ദിഖൻ ബി കലിമത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള കലിമത്തിനെ സത്യപ്പെടുത്തുന്നവൻ എന്ന് പറഞ്ഞാൽ ഈസാ നബിയാണ് അതുകൊണ്ട് ഉദ്ദേശം, ആ കലിമത്ത് കൊണ്ട് ഉദ്ദേശം എന്നൊക്കെ തഫ്സീറിൽ കാണാം, വേറെ അഭിപ്രായങ്ങൾ കാണാം.
ശേഷം പറഞ്ഞു ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാമുൻ വഖദ് ബലഗനിയൽ കിബറു വംറഅതി ആഖിർ, എനിക്ക് വളരെ അവശത വന്നിട്ടുണ്ട്, ഞാൻ അത്യധികം വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്, എൻ്റെ ഭാര്യ വന്ധ്യയുമാണ്. ഖാല കദാലിക അല്ലാഹു യഫ്അലു മാ യശാ, അല്ലാഹു സുബ്ഹാനഹു വതആല മറുപടി കൊടുത്തു, ഖാല കദാലിക, അപ്രകാരം തന്നെയാണ്, അറിയാം, എന്നാൽ അല്ലാഹു യഫ്അലു മാ യശാ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നത് നടപ്പാക്കുന്നവനാകുന്നു. ഖാല റബ്ബി ജ്അൽ ലി ആയ, അപ്പോൾ അദ്ദേഹം വീണ്ടും പ്രാർത്ഥിച്ചു, ഖാല ജ്അൽ ലി ആയതൻ ഖാല ആയതുക അല്ലാ തുകല്ലിമൻ നാസ സലാസ അയ്യാമിൻ ഇല്ലാ റംസാ. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, എനിക്കൊരു അടയാളം നൽകണം, എനിക്കൊരു അടയാളം നൽകണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് അടയാളം നൽകി, ഒരായത്ത് നൽകി. എന്താണ് ആയത്ത്? അല്ലാ തുകല്ലിമൻ നാസ സലാസത അയ്യാമിൻ ഇല്ലാ റംസാ, 3 ദിവസം സംസാരിക്കാൻ പാടില്ല, ആംഗ്യം മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. വദ്കുർ റബ്ബക കസീറൻ, നീ നിന്റെ റബ്ബിനെ ധാരാളമായി ഓർക്കുക, സ്മരിക്കുക. വസബ്ബിഹ് ബിൽ അശിയ്യി വൽ ഇബ്കാർ, അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും തസ്ബീഹ് ധാരാളമായി ചൊല്ലുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തോട് കൽപ്പിച്ചു എന്നാണ്. അതിനുശേഷം അദ്ദേഹം മിഹ്റാബിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ ആളുകളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോൾ അദ്ദേഹം അവിടെ ബൈത്തുൽ മുഖദ്ദസിലെ അതിൻ്റെ പ്രധാനിയായ ആളാണ്, അവിടുത്തെ പ്രധാനപ്പെട്ട ഇമാമാണ്. ആ ആളുകളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടി അവിടെ നിന്നപ്പോൾ അദ്ദേഹം വന്ന് ആംഗ്യം കാണിച്ചു എന്നാൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക എന്ന ആംഗ്യം കാണിച്ചു എന്ന് തഫ്സീറുകളിലൊക്കെ കാണാം. ഇതാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ഇവിടെ പരാമർശിച്ച കാര്യം. ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യ, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. വവഹബ്നാ ലഹു യഹ്യ, യഹ്യ എന്ന മകനെ നാം നൽകുകയും ചെയ്തു. വഅസ്ലഹ്നാ ലഹു സൗജ, അദ്ദേഹത്തിന്റെ ഭാര്യയെ ഗർഭം ധരിക്കുന്നവളാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതായിരുന്നു എന്നാണ് തഫ്സീറുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ശേഷം പറഞ്ഞ ഇന്നഹും കാനും യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മയിൽ മുന്നിട്ടവരായിരുന്നു, പ്രവാചകന്റെ ഒട്ടുക്കും ആ നിലക്കായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള ഒരു മെസ്സേജ് കൂടെയാണത്. ഈ പ്രവാചകന്മാരുടെയൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ പറഞ്ഞ്, അവർ ഏറ്റുവാങ്ങേണ്ട പരീക്ഷണങ്ങളെ പറഞ്ഞ്, അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ പറഞ്ഞ്, എല്ലാത്തിനെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവർക്കുണ്ടായിരുന്ന ഇതൊക്കെ ലഭിച്ചപ്പോഴും സുലൈമാൻ നബിയുടെ വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞു, ഓരോ പ്രവാചകന്മാർക്കും ലഭിച്ച വലിയ പരീക്ഷണങ്ങൾ പറഞ്ഞു. ഇതൊക്കെ അവർക്കുണ്ടായപ്പോഴും വലിയ നിലക്കെത്തിയപ്പോഴും അവർ താഴേക്ക് താഴ്ന്നപ്പോഴും ഒക്കെ അള്ളാഹുവിനെ പേടിക്കുന്നവരായിരുന്നു, നന്മയിൽ മുന്നേറിയവരായിരുന്നു അവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ മുന്നിട്ടവരായിരുന്നു അവർ. അതുപോലെ തന്നെ വയദ്ഊനനാ റഗബൻ വറഹബ, നമ്മോട് എല്ലാ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ സന്ദർഭത്തിലും അവർക്ക് പരീക്ഷണം വരുമ്പോഴും അതുപോലെ തന്നെ നന്മകൾ വരുമ്പോൾ അനുഗ്രഹം വരുമ്പോഴും ഒക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. റഗബൻ വറഹബ, അള്ളാഹുൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് അള്ളാഹുൽ പേടിച്ചുകൊണ്ടായിരുന്നു അവരൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. വക്കാനൂ ലനാ ഖാശിഈൻ, അവർ നമ്മോട് ഭയഭക്തിയുള്ളവരായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവസാനം പറഞ്ഞ ആ ഗുണങ്ങൾ ഉള്ളവരാവാനാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുന്നവരാവണം എന്നൊരു മെസ്സേജ് നമുക്കിതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഭയഭക്തിയുള്ളവരായി ജീവിക്കണം എന്ന് പറയുന്നുണ്ട്. റഗബൻ വറഹബ, അള്ളാഹുവിനോട് തൃപ്തിയിൽ അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. റഹബൻ, അവനോട് പേടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമുക്ക് പ്രതീക്ഷ വേണം, അതുപോലെ തന്നെ നരകത്തിൽ നമുക്ക് പേടിയും വേണം. അള്ളാഹു നന്നായി അനുഗ്രഹിക്കുന്നവരാണ്, അതുപോലെ തന്നെ അവൻ തെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നന്നായി ശിക്ഷിക്കുന്നവനാണ് എന്ന ബോധം നമുക്ക് ഉണ്ടായിരിക്കണമെന്ന് ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ വഴിപ്പെട്ട് ജീവിക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വഹദാ വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ആയത്തുൽ കൂടെ ഓതാം. أعوذ بالله من الشيطان الرجيم. وزكريا إذ نادى ربه رب لا تذرني فردا وأنت خير الوارثين.
فاستجبنا له ووهبنا له يحيى وأصلحنا له زوجه إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.